എല്ലാവർക്കും ടേൺ ടു സക്സസ് BSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മാസം ഏപ്രിൽ 23 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കാറ്റഗറി നമ്പറും ക്വസ്റ്റ്യൻ പേപ്പർ കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള 50 GK ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ നമ്മളെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ സെയിം പാറ്റേണിലാണ് GK ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, സെയിം സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഓപ്ഷൻ A ആണ്. ആരാണ്? ജഗദീപ് ധൻഖർ ആണ് അല്ലേ? ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ആര്? ജഗദീപ് ധൻഖർ എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ആളാര്? വെങ്കയ്യ നായിഡു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ്? മൗര്യന്മാർ, കുഷാനന്മാർ, ശതവാഹനന്മാർ, ഗുപ്തന്മാർ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ C ആണ്. ഏതാണ്? ശതവാഹനന്മാരാണ് ഉത്തരം. ഏതാണ്? ശതവാഹനന്മാർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3 വായിക്കാം. മാച്ച് ദി ഫോളോയിങ് ആണ്. 2 സംഭവങ്ങളും വർഷങ്ങളും തന്നിട്ടുണ്ട്. അത് മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വരെ വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തി. നമുക്കറിയാമല്ലോ, വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയപ്പോഴാണ് 1498. അപ്പോൾ A എന്താണ്? 3 ആണ്. അപ്പോൾ A 3 ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഏതൊക്കെയാണ് A 3 ആയിട്ട്? ഒന്നെങ്കിൽ ഉത്തരം A ആവാം, B ആവാം അല്ലേ? അപ്പോൾ 2 നെക്സ്റ്റ് എന്താണ്? B. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അതറിയോ? അതെപ്പോഴാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? അറിയാണെങ്കിൽ ഉത്തരം കിട്ടും. ഏതാണ്? 1602 അപ്പോൾ B ഏതാ വരിക? 4 അല്ല. അപ്പോൾ A3 B4 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ B ആണ് വരിക. C ഏതാ വരിക? 1 വരും. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. അതുപോലെ D ഏത് വരും? D2 ആണ് വരിക. ഏതാണ്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? B ആണ്. ഓപ്ഷൻ B ആണ് ക്വസ്റ്റ്യൻ 3ന്റെ ആൻസർ. 4ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. 4 സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. ഏതാണ് ശരിയായ ഓർഡർ? ഇതിലേതാ? കുറിച്യർ കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. ഏതാ വരിക? അപ്പം നമുക്ക് ആദ്യം എടുക്കാം. ഇതിലെന്താണ്? ഇത് ആദ്യം വരുന്ന ഏതായിരിക്കും? ആറ്റിങ്ങൽ കലാപം. 1721 എന്ത് വരിക? ആറ്റിങ്ങൽ കലാപം. അതറിയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഉത്തരം. ആറ്റിങ്ങൽ കലാപം 3ാമതാണ് അല്ലേ? 3. അപ്പോൾ ഡിയിൽ 1 വരുന്ന ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞ് ഏതാ വരിക? ആറ്റിങ്ങൽ കലാപം 2ാമത് പഴശ്ശി കലാപമാണ്. 1793 മുതൽ 97 വരെയും 2ാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയും വരിക അല്ലേ? അപ്പോൾ 2ാമത് വരുന്ന പഴശ്ശി കലാപമാണ്. 3ാമത് വേലുത്തമ്പിയുടെ കലാപമാണ്. അത് 1809 കുണ്ടറ വിളംബരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ പഠിക്കും. കുറിച്യർ കലാപം 1812. അപ്പോൾ ആദ്യം വരികയാണ് 3 ആറ്റിങ്ങൽ കലാപം, 2ാമത് 4 പഴശ്ശി കലാപം, 3ാമത് വേലുത്തമ്പിയുടെ കലാപമാണ്, 4ാമത്തെ കുറിച്യർ കലാപമാണ്. അപ്പോൾ ഏതാ ഒരു ആൻസർ ഏതാ വരിക? ഓപ്ഷൻ D ആണ് അല്ല? ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D 3, 4, 2, 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്വ ഭരണം ഏർപ്പെടുത്തുക, പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ B ആണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്വ ഭരണം ഏർപ്പെടുത്തുക. അത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമല്ല. ബാക്കി 3 എന്തായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ബന്ധമുള്ള പ്രസ്താവനയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആരാണ്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഉത്തരം വരിക? ഉത്തരം ഓപ്ഷൻ A ആണ്. അഗസ്റ്റസ് സീസർ ആണ്. ആരാണ്? അഗസ്റ്റസ് സീസർ. താഴെപ്പറഞ്ഞ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. ഇത് പൊതുവേ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? പാമ്പാർ, പമ്പ, ഭവാനി, കബനി. ഏതാണ്? പമ്പയാണ്. ബാക്കി 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഏതാണ്? 7. ഓപ്ഷൻ B ആണ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം? ആൻസർ ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ഏതാണ്? രുദ്രസാഗർ തടാകം. നെക്സ്റ്റ്, സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ B ആണ്. ഏതാണ്? ഫ്രാൻസ് ആണ് അല്ലേ? ഏതാണ്? ഫ്രാൻസ് ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ദൃഢീകരണം, കായാന്തരീകരണം, ശിലാവൽക്കരണം, അപരദനം. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C ഏതാണ്? ശിലാവൽക്കരണമാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലേ, മധ്യപ്രദേശ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതുപോലെ പെഞ്ച് വന്യജീവി സങ്കേതം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറില്ല, അതൊക്കെ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദേശീയപാത 1. ദേശീയപാത 1. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞ് ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എക്സാമിന് മുമ്പ് കേന്ദ്ര ബജറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് പ്രസ്താവന? 4 ലക്ഷം രൂപ വരെ വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം രൂപ വരുമാനത്തിന് നികുതിയില്ല. അതെന്താണ് ആ പ്രസ്താവന? എന്താണ് ആ പ്രസ്താവന? ശരിയാണ്, 4 ലക്ഷം വരെ നികുതിയില്ല. പക്ഷെ നികുതി ഇളവ് 12 ലക്ഷം വരെ ഉണ്ട്. പക്ഷെ 4 ലക്ഷം വരെയാണ് എന്തില്ലേ നികുതി ഇല്ലാത്തത്. 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വരുമാനത്തിന് 15% നികുതി. ആ പ്രസ്താവന എന്താണ്? ആ പ്രസ്താവന തെറ്റാണ്. അതുപോലെ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരി. ഏതാണ് അപ്പോൾ ഉത്തരം വരിക? 1ഉം 3ഉം ശരിയായിട്ട് അതാണ് ഓപ്ഷൻ എ ആണ് വരിക. എന്താണ്? 1 and 3 ശരി, 2 തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആ പ്രസ്താവന തെറ്റാണല്ലേ. 1967 69 എന്ത് ചെയ്യുന്നത്? 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. ആ പ്രസ്താവന ശരിയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 അതും ശരിയാണ്. 1975 ഒക്ടോബർ 2 ഇന്ത്യയിലെ ആദ്യത്തെ റൂറൽ ബാങ്ക് ആയിട്ടുള്ള എന്താണ് ഇവിടെ സ്ഥാപിതമായത്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ അല്ലേ. 20 ദിന പരിപാടികളുടെ ഭാഗമായിട്ട് RRB അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്ക് ആരംഭിച്ചത്. അപ്പോൾ 1 തെറ്റാണ്, 2ഉം 3ഉം ശരിയാണ്. ശരിയായതല്ല ചോദിച്ചാൽ 2ഉം 3ഉം ശരി. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഉത്തരം ഏതാണ്? ഇത് 3ഉം GST ലയിച്ചിട്ടുണ്ട്. അതുപോലെ ആഡംബര നികുതി വരും എക്സ്ട്രാ അല്ലേ. ഏതാണ്? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ആ പ്രസ്താവന എന്താണ്? ആ പ്രസ്താവന തെറ്റാണ്. 95 കിട്ടിയത്, 98 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടുന്നത്. പിന്നീട് 98 നോബൽ സമ്മാനം കിട്ടി. 99 രാജ്യം കൂടി ഭാരതരത്ന പുരസ്കാരം നൽകിയിട്ട് ആചരിച്ചു. അതൊന്ന് ഓർത്തിരിക്കുക. 98 നോബൽ സമ്മാനം, ഭാരതരത്നം 99. ഓക്കെ, അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടി. അത് ശരിയാണ്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഇതൊക്കെ നമ്മൾ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റുള്ളത്. അപ്പോൾ ശരി ഏതൊക്കെയാണ്? 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, 2 and 3 ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അതുപോലെ തന്നെ 2ാമത്തെ പ്രസ്താവന എന്താണ്? രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. മോണോസൈറ്റ്, ഇലിമിനേറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് എന്ത് വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, 1 and 2 and 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഭക്ഷ്യ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന ഇതാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലേ. 1, 2, 3 ആണ് ആൻസർ. 1, 2, 3 ആണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഏതു ഭാഗവും അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. ആ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, 2ാമത് എന്താണ്? കേന്ദ്ര സർക്കാരിൽ 1976 42ാം ഭേദഗതി
കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. അത് ശരിയാണ്, ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു? കൂടിച്ചെടുത്തു. അത് അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താണ്ട് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാന്നാണ് പറഞ്ഞത്. അതോ അടിസ്ഥാന ഘടന എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റം വരുത്താൻ പറ്റൂല. ഓക്കെ, അതുപോലെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണ് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞ ആശയം പറഞ്ഞെങ്കിലും അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്? എ മാത്രമാണ് തെറ്റായിട്ടുള്ള, ബിയും സിയും ഡിയും എന്താണ്? ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാ വരിക? ഉത്തരം ബി സി ഡി ശരി, ബി സി ഡി ശരി എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണം ഉണ്ടല്ലേ, ആ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിർത്തി നിർണയ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏതാണ് ഉത്തരം? ഇത് ഉത്തരം ഒരുപാട് ആൾക്കാർക്ക് മേ ബി നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഏതാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ്. ഓക്കെ, നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റിനില്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ആ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തേത്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അത് ശരിയാണ് അല്ലേ. അതുപോലെ വനം, വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. നെക്സ്റ്റ് എന്താണ്? ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തുനിന്ന് എന്ത് ചെയ്തു? 6 വർഷമാക്കി ഉയർത്തി. 5 വർഷത്തുനിന്ന് എന്ത് ചെയ്തു? 6 വർഷമാക്കി ഉയർത്തി. അതും എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഓക്കെ, കേന്ദ്ര സർക്കാരാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇതിൽ PSC പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം കൊടുത്തിട്ടുള്ള ആൻസർ ഏതാണ്? ഇപ്പോൾ PSCന്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആൻസർ ഏതാണ്? ബിയും ഡിയും ആണ് ശരി. സോറി, സി പ്രസ്താവന എന്താണ്? തെറ്റാണ്. ബിയും ഡിയും ആണ് ശരി, സി തെറ്റാണ്. കാരണം അവിടെ ലോകസഭയുടെയും രാജ്യസഭ, ഞാൻ നേരത്തെ പറഞ്ഞ ശരി എന്നാണ്. എന്താണ്? ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി, ലോകസഭയുടെ കാലാവധി 5 നിന്ന് 6 വർഷമാക്കി. അത് ശരിയാണ്. പക്ഷെ എന്താണ്? രാജ്യസഭ എന്ന് പറഞ്ഞൊരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്ന് പറഞ്ഞൊരു സ്ഥിരം സഭയാണ്, അതിന്റെ കാലാവധി ഇല്ല. അതുകൊണ്ട് അത് 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി എന്ന് പറയാൻ പറ്റില്ല. രാജ്യസഭ സ്ഥിരസഭയാണ്. അതുകൊണ്ട് സിയും തെറ്റാണ്, എയും തെറ്റാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ളതാണ് ബിയും ഡിയും ആണ് ശരി വരിക. 21ന്റെ ആൻസർ. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് ഉത്തരം? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. 243 ഡി ആണ് ആൻസർ. സംവരണത്തെ പറ്റി പറയുന്നതാണ് 243 ഡി. 243 എ എന്ന് പറഞ്ഞാൽ ഗ്രാമസഭകളാണ്. 243 പഞ്ചായത്തിന്റെ രൂപീകരണമാണ്. 243 സി പഞ്ചായത്തിന്റെ ഘടനയൊക്കെയാണല്ലോ പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹവും വിവാഹമോചനവും. ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്? പൊതുവേ ലിസ്റ്റുകളായിട്ട് വന്ന് ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ്? ഇതിന് ഉത്തരം എന്താണ്? സി ആണ് വരിക. ഓപ്ഷൻ സി ആണ്. BEG. ബി ഏതാണ്? മായം ചേർക്കൽ. ഇ ഏതാണ്? തൊഴിൽ സംഘടനകൾ. ജി ഏതാണ്? വിവാഹവും വിവാഹമോചനവും. ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ് വരിക? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്. എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. അതാണ് പുനരവലോകനത്തിനുള്ള അധികാരം. എവിടുന്നാണ് ജുഡീഷ്യൽ റിവ്യൂ നമുക്കറിയാം എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എവിടുന്നാണ്? അമേരിക്കയിലാണ്. അപ്പോൾ എവിടെ വരും? ഏതാ വരിക? A4 ആണ് വരിക അല്ലേ. ജുഡീഷ്യൽ റിവ്യൂ A4 അല്ലെ. A4 മാച്ച് ചെയ്യുക. അവശിഷ്ട അധികാരം എവിടെ നിന്നാണ്? അത് കാനഡയിൽ നിന്നാണ്. കാനഡ എവിടെയാണ്? 3 അല്ലേ. അപ്പോൾ B3 വരും അല്ലെ. B3 വരും. അപ്പോൾ എയും ബിയും ഓപ്ഷൻ ബി സെയിം സ്റ്റാർട്ടിംഗ് ആണ്. അടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എവിടുന്നാണ് കട അടുത്തത്? തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എവിടുന്നാണ് കട അടുത്തത്? അത് അയർലൻഡിൽ നിന്നാണ്. എവിടുന്നാണ്? അയർലൻഡ്. അപ്പോൾ എന്ത് വരും? സി ഏതാ വരിക? C2 വരും അല്ലേ. സി ഏതാ വരിക? C2 അല്ല. സി ഏതാ വരിക? അയർലൻഡ് അല്ലേ. അപ്പം C1 വരും. അപ്പം എന്താണ്? 4312. അതേപോലെ പാർലമെന്റ് സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ ആണ് വരിക. അതറിയാണെങ്കിൽ തന്നെ ആൻസർ കിട്ടും. പാർലമെന്റ് സംയുക്ത സമ്മേളനം എന്ന് അറിയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉത്തരം എഴുതാൻ പറ്റും. കാരണം എന്താണ്? ഡി, അതായത് D2 ആയിട്ട് മാച്ച് ചെയ്യൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ. ഏതാണ്? D2 ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക അല്ലേ. അപ്പോൾ കമ്മീഷൻ നമുക്കറിയാം. ഓരോ കമ്മീഷനും നോക്കുക. അപ്പോൾ എന്താണ്? മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, അതുപോലെ തന്നെ ഷാ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ
ഏതാണ് ഉത്തരം? നമുക്കിൽ പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കുന്നത് സർക്കാരിയ കമ്മീഷൻ 1983 സർക്കാരിയ കമ്മീഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറില്ലേ? ഏതാ സർക്കാരിയ കമ്മീഷൻ? ഏതാ വരിക? സർക്കാരിയ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരിക? കേന്ദ്ര സംസ്ഥാന ബന്ധം. അപ്പോൾ ഏതാണ്? B4 ആണ്. ഏതാണ്? B4. അപ്പോൾ രണ്ട് ഓപ്ഷനായി സിയും ഡിയും. B4 കറക്റ്റാണെന്ന് അറിയാം. ഷാ കമ്മീഷൻ നമ്മൾ പഠിക്കുന്ന അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ സി ഏതാണ്? സി ഏതാ വരിക? C1 ആണ്. അപ്പോൾ C1 ആണ് അല്ലെ? B4ഉം C1 ആണ്. അത് രണ്ടുമാണ്. പിന്നെ അതേപോലെ മണ്ഡൽ കമ്മീഷൻ എന്താണ്? മണ്ഡൽ കമ്മീഷൻ എന്താ വരിക? മണ്ഡൽ കമ്മീഷൻ അതാണ് പിന്നോക്ക വിഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നോക്ക കമ്മീഷനാണത്. D2 ആണ്. അപ്പോൾ മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരം ഏത് വരും? D2 മാച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻസ് ഒന്ന് സ്പീഡാക്കിയിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താല്പര്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുന്നത് അല്ലെ? കേന്ദ്രാധിഷ്ഠിത താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതി, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നീ തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? അത് ഓപ്ഷൻ ബി. ആരാണ്? ഗ്രാൻവില്ല ഓസ്റ്റിൻ. ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ കണ്ടെത്തുക. ആളെ കണ്ടെത്താനാണ് പറഞ്ഞത്. 1988 ബാച്ചിലെ കേരള ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കിട്ടണമെന്നില്ല. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി. അതും ചിലപ്പോൾ അറിയണമെന്നില്ല അല്ലെ? 2025 ഫെബ്രുവരി 19 പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 വരെ സേവനകാലം ഉണ്ട്. അതായത് 5 വർഷം ഉണ്ട് അല്ലേ? അതായത് അപ്പോൾ 2025 ഫെബ്രുവരി 19 ഒരു പുതിയൊരു പദവിയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഉത്തരം നോക്കുമ്പോൾ നമുക്ക് കിട്ടും കറണ്ട് അഫയർ കറക്റ്റ് പഠിച്ചവർക്ക് കിട്ടും. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ആൻസർ ഏതാണ്? ജ്ഞാനേഷ് കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1ഉം 3ഉം എന്താണ്? ശരിയാണ്. സ്ഥാപനം 1ഉം 3ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ബോൾഗാട്ടിയാണ്. എവിടെയാണ്? ബോൾഗാട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അധ്യക്ഷ അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. M കമലം ആയിരുന്നു ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന പത്രികയാണ് സ്ത്രീ ശക്തി. ഇതിൽ ഏതൊക്കെയാണ് ശരിയായവ? ഉത്തരം നോക്കുകയാണെങ്കിൽ പറയാം 1, 2, 4. 1, 2, 4. നമുക്കറിയാം ഓപ്ഷൻ 2 എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം എന്താണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയായിരുന്നു. ആരായിരുന്നു? സുഗതകുമാരിയായിരുന്നു. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. മിഠായി, പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി, വയോമിത്രം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ, സ്നേഹസ്വാന്തനം, മാതാപിതാക്കൾ അല്ലെങ്കിൽ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. ഇതിൽ ഏതാണ് തെറ്റായതെന്ന് വെച്ചതാണ്? തെറ്റായത് വെച്ചാൽ 3ാമത്തെയാണ്. 3ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ബാക്കി രണ്ടും എന്താണ്? ശരിയാണ്. ഓക്കെ. രക്തം കട്ടപിടിക്കാൻ 32ാമത്തെ ക്വസ്റ്റ്യൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? ഏതാണ് ഉത്തരം? അത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? സീറം. ഓപ്ഷൻ ബി ഏതാണ്? സീറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ട്രിപ്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകൻ ഏതാണ്? അത് നമുക്കറിയാം അല്ലേ? B2 ആണ്. ജീവകൻ B2നെയാണ് നമ്മൾ എന്താ പറയുക? റൈബോഫ്ലാവിൻ എന്ന് പറയാം. ഓക്കെ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസീവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? അപ്പോൾ പ്രോട്ടോസോവ മൂലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എന്ത് വരിക? ഓപ്ഷൻ ഡി ഏതാണ്? മലമ്പനിയാണ് ഉത്തരം വരിക. ഓപ്ഷൻ ഡി. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉദ്വ തടാകം എവിടെയാണ്? ഓപ്ഷൻ സി എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓപ്ഷൻ സി എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം എവിടെയാണ്? അതെവിടെയാണ്? ഡൽഹിയിലാണ്. എവിടെയാണ്? ഡൽഹിയിലാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രമേയം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് ഏതാണ് ഉത്തരം വരിക? ഡി എന്താണ്? ദ്രവ്യവുമായിട്ട് എന്തില്ല? ബന്ധമില്ല. എന്തില്ല? ദ്രവ്യവുമായിട്ട് എന്തില്ല? പലായന പ്രമേയത്തിന് എന്തില്ല? ബന്ധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? ഇതൊക്കെ നമ്മളെ ഫിസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ് ഉത്തരം? E/4 എന്നാണ് വരിക. ഏതാണ്? E/4 ആണ്. ഓപ്ഷൻ ബി E/4 ആണ്. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റൺ എത്ര ഭാരം വെച്ചാലാണ് 1000 kg ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ സഹായിക്കുക അല്ലേ? ഇതൊക്കെ ഫിസിക്സായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഇപ്പോൾ പൊതുവെ എക്സാമുകളിൽ ഫിസിക്സ് എന്ന് പ്രോബ്ലമൊക്കെ ചോദിക്കാറുണ്ട്. SCERT ബേസ്ഡ് ആണ്. അതിൻ്റെ ഉത്തരം ഏതാ വരിക? 10 kg ആണ്. എത്രയാണ്? 10 kg ആണ്. 10 കിലോഗ്രാം ആണ്. മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരെന്താണ്? ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എക്സാമിന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആൻസർ ചെയ്ത അഡ്വാൻറ്റേജ് ഒന്നും കിട്ടണമെന്നില്ല. ഏതാണ്? ഗഗൻയാൻ ദൗത്യമാണ് അല്ലെ? ഏതാണ്? ഗഗൻയാൻ ദൗത്യമാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12നാണ്. ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചത്. ഏതാണ്? ഈ 3 പ്രസ്താവനകൾ എന്താണ് ശരിയാണ്? 3 പ്രസ്താവനകൾ എന്താണ് ശരിയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അപ്പോൾ എന്താണ്? ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കോജനുകൾ, ഹാലജനുകൾ അല്ലേ? അപ്പോൾ നമുക്കറിയാം ചാൽക്കോജൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രൂപ്പ് 16 നമ്മൾ എന്താ പറയുക? ചാൽക്കോജൻ. അപ്പോൾ C1 അല്ലേ? C1 എന്ന് പറഞ്ഞാൽ ചാൽക്കോജൻ. C1 എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഉത്തരവുള്ളൂ. C1 ആയിട്ട് മാച്ച് ചെയ്യൽ ഒരേ ഒരു ഉത്തരവുള്ളൂ. ഏതാണ്? C1 വരുന്നത് ചാൽക്കോജൻസ് അല്ലേ? C1ഉം D3ഉം. അത് രണ്ടുപേർക്കും നമുക്ക് പൊതുവെ അറിയാം. ചിലപ്പോൾ മറ്റേ അറിയണമെന്നില്ല. ഒക്കെ എന്താണ്? അപ്പോൾ എന്താണ്? C1ഉം D1ഉം. അപ്പോൾ അതാണ് അത് ഉത്തരം. ഏത് കിട്ടും? ഓപ്ഷൻ C കിട്ടും. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ ഗാഢത 100 മടങ്ങ് വർദ്ധിക്കുമ്പോൾ pH 1 യൂണിറ്റ്. ഇതൊക്കെ ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിന് ഉത്തരം ഏതാ വരിക? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ശരിയായതാണ്. 2 മാത്രം എന്താണ്? ശരിയാണ്. നെക്സ്റ്റ്, ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. ആറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പ്രതികരം ON ആണ്. ആറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഒഗാനസൻ ആണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഇതിന്റെ ഉത്തരം 1ഉം 3ഉം ആണ് വരിക. 1ഉം 3ഉം ആണ് അല്ലേ? ഓഗാനസന്റെ പ്രതീകം എന്തല്ല? ON അല്ല. എന്താ വരിക? OG ആണ് വരിക. എന്താണ്? OG ആണ്. ഓഗാനസൻ ഏതാണ്? OG ആണ്. അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ്? 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈതാശ്രമം അധ്യാപകനായിരുന്നു അല്ലെ? ആലുവ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുവാണല്ലേ? 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാളത്തിൻ്റെ അതിന് ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. കാരണം എല്ലാവർക്കും ഒന്നും ഇത് ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റായത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ്? ഇതിൽ ബി പ്രസ്താവന ശരിയാണ്. അതുപോലെ എന്താണ്? ഡിയും ശരിയാണ് വരിക. അപ്പോൾ എയും സിയും എന്താണ് വരിക? തെറ്റ് വരിക. എയും സിയും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. MT വാസുദേവൻ നായർ സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. MT വാസുദേവൻ നായരായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നുണ്ട്. എന്താണ്? അപ്പോൾ MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയാണ്, മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തനി എന്നിവ MTയുടെ യാത്രാവിവരണങ്ങളാണ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരിക. A, B, D പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 നടന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം റഹ്മാനുള്ള ഗുർബാസ്, പാകിസ്ഥാൻ താരമാണ്. അദ്ദേഹം പാകിസ്ഥാൻ താരമല്ല, അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ താരമാണ്. അതുപോലെ തന്നെ റൺ റേറ്റിൽ 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ്. അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം
ജസ്പ്രീത് ബുംറയാണ്, അതും തെറ്റാണ്. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. പിന്നെ ഉത്തരം വരിക ഓപ്ഷൻ എ ആണ്. ABC പ്രസ്താവനകൾ തെറ്റാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസ്താവനകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കാം. അപ്പോൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം ഏതാണ് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൻ്റെ ഉത്തരം ഏതാണ്? ഇതിലെല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്, മികച്ച ചിത്രമാട്ടമാണ്, മികച്ച മലയാള സിനിമ സൗദി വെള്ളയ്ക്ക, മികച്ച പിന്നണി ഗായക ബോംബെ ജയശ്രീ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. അത് ശരിയാണ്. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. ആ പ്രസ്താവനയും ശരിയാണ്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് എത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അതുപോലെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. കാരണം എന്താണ്? 3ാം സ്ഥാനം കിട്ടിയത് ചൈനയ്ക്കല്ല, USA-ക്കാണ്. 1ാം സ്ഥാനം നോർവേയും, 2ാം സ്ഥാനം ജർമ്മനിയും, 3ാം സ്ഥാനം അമേരിക്കയും, 4ാം സ്ഥാനമാണ് ആര് വരിക? USA വരിക. അതുകൊണ്ട് ഓപ്ഷൻ ഡി മാത്രമാണ് എന്ത് വരിക? തെറ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക അതിൻ്റെ ആൻസർ വരിക. ക്വസ്റ്റ്യൻ നോക്കിയ ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം, എക്സാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിലയിരുത്തുക. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് എക്സാമാണ്. പല പ്രസ്താവന ലാസ്റ്റൊക്കെ നോക്കിയ ക്വസ്റ്റ്യൻ ആദ്യമൊക്കെ കുറച്ച് സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ കൂടുതൽ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും നമ്മളൊരു മീഡിയം ലെവലിലും ഒരു ഹൈ ലെവലിലാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രസ്താവന ചോദിച്ച സമയത്ത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് സെക്രട്ടറി ടോയ് ആണെങ്കിലും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് വിന്റർ ഒളിമ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട 2020 വേൾഡ് കപ്പ് നല്ല ഡീപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ്സസും അതുപോലെ SCRT എക്സാം സീരീസിനും വീക്ക്ലി മോഡൽ എക്സാമിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ടേൺ ടു സക്സസ് എന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.